ഹായ് ഫ്രണ്ട്സ് ടൊരട്ടുപ്പോൾ ഹീറോ ആ പോലീസ് അങ്കിളോട് വന്ന് പറഞ്ഞിരുന്ന പോലീസുകളെല്ലാം അറിഞ്ഞായിരുന്നു. എന്നാൽ പോലീസ് ഹീറോയ്ക്ക് അറിഞ്ഞായിരുന്നു അവർ വന്നത് ഹീറോയ്ക്ക് ഓൾറെഡി പോൾ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഹീറോയെ ഓൾറെഡി പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഹീറോയ്ക്ക് ഹാപ്പി ആയത് ഫ്ലാഷ് ബാക്ക്. അതിനായിട്ട് അവരോട് പറഞ്ഞു, സോറിപ്പാ ഇവർ കാണില്ലേ ഫോട്ടോത്തിൽ കാണുന്ന മാതിരി ഇല്ലപ്പാ, നീ ആള് ചേഞ്ചായി, ഇവരുടെ പേര് ഇതൊന്നുമല്ല, നിങ്ങൾ തേടുന്ന ഇവരല്ല, ഇവർ ഓൾറെഡി ഇവിടെ ഉള്ളതാ, ഇവരെ എനിക്ക് അറിയൂ എന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇവരെനിക്കറിയൂ, അത് മാത്രമല്ല ഇവിടെ എനിക്കറിയൂ, ഇതെൻ്റെ ഫ്രണ്ടിൻ അല്ല, ഇവിടെ എനിക്ക് ഓൾറെഡി അറിയൂ, ഇവിടെ എല്ലാവരും ബിസിനസ്മാൻ്റെ ഫാമിലീസാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ വില്ലനെനിക്ക് കൺഫ്യൂസായി. വില്ലനെ ശരി ഓക്കെ ഇത് തെറ്റി തോന്നിയ എന്നെ വില്ലൻ തിരിച്ചു പോയായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി, ഇത് വിട്ട ശരിയാവില്ല പറഞ്ഞു. വില്ലൻ്റെ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് വില്ലൻ എന്തെല്ലാം കാര്യം കയറിയുമേ ഇതെല്ലാം ചെയ്തത് വില്ലൻ ഒരു പോലീസ് കൊടുത്തായിരുന്നു. അതേ ഹീറോയി ഒരു ലെറ്റർ ഒരു പോലീസ് കൊടുത്ത ഹീറോ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഹീറോയ്ക്ക് ഒരു സീക്രട്ട് ഒരു ഒരു പറഞ്ഞ റൗഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതെ, ആ റൗഡി ഗ്രൂപ്പിൻ്റെ തലവേനയ്ക്ക് ഹീറോയി അയച്ചത്. ഹീറോയി പറഞ്ഞു ചെറിയ പ്രായത്തിൽ ആ തലവേനയ്ക്ക് അയച്ചത്, ആ തലവേനാണ് ഹീറോയ്ക്ക് അയച്ചത്. അത് മതി. ആ തലവേനയ്ക്ക് ഒരു മകൾ പറഞ്ഞ കുട്ടികൾ ഹീറോയി മകൾ പറഞ്ഞ് മകളെ രക്ഷിച്ചും കൊണ്ട് ഹീറോയിനെ ഒരു സ്വന്തം മോൾ മാതിരി അയക്കാം. അതുകൊണ്ട് ആൾക്ക് അയച്ചേർന്ന ആയാലും ശരി ഓക്കെ എൻ്റെ പ്ലാൻ ഓക്കെ. എന്നാൽ വില്ലനാണ് അവർ എല്ലാ സ്വത്ത് എടുത്ത് വെച്ചേർന്ന് പകുതി സ്വത്ത് ഇങ്ങനെ അവളെ മകളെ പറ്റിച്ചിട്ട് മാരേജ് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അങ്ങനെ ആ പെണ്ണിനെ ഇങ്ങനെ സ്വത്ത് എടുത്തത് മാത്രം. ആ പെണ്ണിനെ മാരേജ് വന്നു കഴിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഏറ്റവും ചെയ്തില്ലായിരുന്നു. എന്നെ വേറെ അങ്ങനെയായിട്ട് ആ പെണ്ണ് നല്ല സിമ്മായി മാറി, ചബ്ബിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായിട്ട് ഹീറോയും ആ പെണ്ണിൽ നിന്ന് ഈ ഫുഡെല്ലാം കഴിച്ച് സിമ്മാവും. അങ്ങനെയായിട്ട് വില്ലൻ ആ പെണ്ണ് പഠിക്കായിരുന്നു. അങ്ങനെ വലിയ നാട്ടിൽ വന്ന് പഠിക്കായിരുന്നു. എന്നിട്ട് അവ പറഞ്ഞ് ഇതെല്ലാം ആദരവ് കൊടുത്ത് അകലെ പിടിച്ച് സ്വത്ത് എല്ലാവരും ആരെല്ലാം സ്വത്ത് അവർ തട്ടിയെടുത്ത് അവർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഫാമിലിയെ ജയിലിലിട്ട്. പിന്നെ അവർ വില്ലൻ്റെ കൂട്ടുകാർ ഫാമിലിയല്ല, അവർ നാട്ടിലേക്ക് പോയായിരുന്നു, അവർ വൈഫ് അവരല്ല. അങ്ങനെ വില്ലൻ ജയിലിൽ പോയിരുന്നു. കലയിൽ ജയിലിൽ ഇറങ്ങാതെ മാത്രം അവർ തൂക്കദണ്ഡനം കൊടുത്തായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ആ പെണ്ണുക്കും മാരേജൊക്കെ വന്നായിരുന്നു. ഇന്ത്യയിൽ മാരേജ് ആയിരുന്നു. പിന്നെ ഫോറിനിൽ ഒരു ചെക്കനെ ഇഷ്ടപ്പെട്ടായിരുന്നു. പെണ്ണ് എൻ്റെ അച്ഛനും അമ്മയോട് ചോദിച്ചാണ് ആ റോഡി ഗ്രൂപ്പുകളുടെ മോക്ക് മാരേജ് ആയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു വെച്ചാൽ ഞാൻ സന്തോഷത്തിലുള്ളത് വെച്ചാൽ എനിക്ക് ഈ ലൈഫ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ ചേച്ചിയുടെ വരുന്നു. അങ്ങനെ ഫാമിലീസ് ആയിരുന്നു ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ആ പെണ്ണിൻ്റെ മാരേജ് പാർട്ടിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ജാക്സണിൽ കൂടെയാണ് ആ പെണ്ണിൻ്റെ പേരാണ് ഷോയിട്ട. അങ്ങനെ ജാക്സണിൽ കൂടി മാരേജ് ആയിരുന്നു. ജാക്സൺ വേറെ ഒരു ഗ്രൂപ്പിൽ ഒരു സിംഗറാണ്, അതുകൊണ്ട് സിംഗർ പറഞ്ഞ ഒരു ആക്ടറാണ്. അങ്ങനെ ഹീറോയിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഫാമിലി എല്ലാവരും ഇരുന്ന് ജോലിയായിട്ട് ഫുഡ് കഴിക്കായിരുന്നു. മാരേജ് ഇങ്ങനെ ഹാപ്പി ഫാമിലി സ്റ്റോറി, ഹാപ്പി എൻഡിങ്. ബൈ ബൈ, സി യു, ടടാ. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടും. ബൈ, സി യു, ലൈക്ക് ചെയ്. അങ്ങനെ പാട്ട് ലാ ലാ ലാ